ആലപ്പുഴയിലേക്ക് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പോകണം. ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത, ആലപ്പുഴ പുറക്കാട് 50 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞു എന്നുള്ളതാണ്. ശ്രീജിത്ത്, ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണോ? പുറക്കാട് തീരത്ത് 300 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട്. എന്ത് പറയുന്നു മത്സ്യത്തൊഴിലാളികൾ ഈ പ്രതിഭാസത്തെക്കുറിച്ച്? കടൽ സാധാരണ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ന് പറയുന്നുണ്ട്. സാധാരണ കടൽ ചെളിയടിയുമ്പോൾ ഇത്തരത്തിൽ കടൽ പിന്നിലോട്ട് വലിയാറുണ്ട്. പുറക്കാട് നിന്ന് തെക്കോട്ട് 300 മീറ്റർ നീളത്തിലാണ് കടൽ 50 മീറ്റർ പിറകിലേക്ക് വലിഞ്ഞിരിക്കുന്നത്. 50 മീറ്റർ ഉള്ളിലേക്ക് വലിയുന്ന പ്രതിഭാസത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. നേരത്തെ സുനാമി മറ്റ് ഉണ്ടായപ്പോൾ ഇതുപോലെ കടൽ ഉൾവലിഞ്ഞത് ഉള്ള അത്തരമൊരു ആശങ്കയിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇതേപ്പറ്റി ഒരു പേടിയോടുകൂടി സമീപിക്കുന്നത്. എന്നാൽ കടലിൽ വലിയ തോതിൽ ചെളിയുണ്ട്. ഈ ചെളിയാണ് ഈ കടൽ ഉൾവലിഞ്ഞപ്പോൾ കാണുന്നത്. സാധാരണ ചാകരയ്ക്ക് ഇത്തരം ചെളി ഉണ്ടാകുന്ന സമയത്താണ് കടൽ ചാകരയും മറ്റും ഉണ്ടാകാറുള്ളത്. ചാകരയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഇതിനെ ആശങ്കയോടെ വീക്ഷിക്കുന്നവരുമുണ്ട്. പുറക്കാട് തീരത്ത് പുറക്കാട് ജംഗ്ഷന് തെക്കോട്ട് ഒരു 300 മീറ്റർ നീളത്തിലാണ് ഈ കടൽ ഉൾവലിഞ്ഞിരിക്കുന്നത്. 50 മീറ്റർ ഉള്ളിലേക്ക് കടൽ വലിഞ്ഞു. ഇന്നാണ് രാവിലെയാണ് ഈ ഒരു പ്രതിഭാസം കണ്ടത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടും സമാനമായ ഒരു പ്രതിഭാസമുണ്ടെന്ന് നവമാധ്യമങ്ങളും മറ്റും പ്രചാരണമുണ്ടായിരുന്നു. സുനാമിക്കുള്ള മുന്നറിയിപ്പായിട്ടും നവമാധ്യമങ്ങളിൽ പലതരത്തിലുള്ള കിംവദന്തികൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾക്കിടയിൽ ചെറിയ തോതിൽ ആശങ്കയുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്.